പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആഴ്ചകൾക്ക് മുമ്പ് നാം ഒരു വീഡിയോ ചെയ്തിരുന്നു. മകനും മകളും മരുമകളും ഉമ്മയും ചേർന്ന് ഒരു പിതാവിനെ വളരെ മാനസികമായും ശാരീരികമായും ആക്രമിക്കുകയും ഒടുവിൽ ആ പിതാവിൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തൊരു വീഡിയോ. മലപ്പുറം ജില്ലയിലെ വെളിയങ്കോടായിരുന്നു ആ സംഭവം നടന്നത്. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതാത്ത, വളർത്തി വലുതാക്കിയ മക്കൾ തന്നെ പിതാവിൻ്റെ ജീവൻ എടുക്കുന്ന ഒരു വളരെ ദുഃഖകരമായൊരു കാര്യം. നമുക്ക് ആഗ്രഹിച്ചത് അതിലെ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കണമെന്നായിരുന്നു. നമ്മൾ രണ്ടാമതൊരു വീഡിയോ കൂടി ചെയ്തത് ആ ഉമ്മ ഇതിനൊക്കെ വളരെയധികം പ്രേരണ കൊടുത്ത ഉമ്മയ്ക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന ഏറ്റവും പുതിയ വിവരം ആ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്നാണ്. പിതാവിനെ ഇല്ലാതെയാക്കിയ മകൻക്കും മകൾക്കും മരുമകൾക്കും ജാമ്യം ലഭിച്ചു. ആ പിതാവിൻ്റെ ഘാതകർക്ക് വേണ്ടിയിട്ട് തക്കതായ ശിക്ഷ ലഭിക്കുവാൻ വേണ്ടി ഒരു സർവകക്ഷി സംഘത്തെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രക്ഷോഭങ്ങൾ നയിക്കാനോ വെളിയങ്കോട്ടുകാർക്ക് താല്പര്യവുമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രൈംസുകൾ നടക്കുന്നുണ്ട്. ഈ ക്രൈംസ് നടക്കുന്ന ആളുകൾക്കൊക്കെ നീതി ആഗ്രഹിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് തക്കതായ ശിക്ഷ ലഭിക്കും, അല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മറ്റ് ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾക്ക്, നീതി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിനുള്ളൊരു അവകാശം, നീതി കിട്ടാനുള്ളൊരു അവകാശമുണ്ടല്ലോ, അത് സംഭവിക്കുമെന്നാണ്. പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മാത്രം കുറ്റമല്ല, ഇതിനെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുൻപിൽ, അതായത് കോടതിക്ക് മുൻപിൽ എത്തിക്കുന്ന പോലീസുകാരുടെ, രാഷ്ട്രീയക്കാരുടെ കളികളിലൂടെ ഈ കുറ്റവാളികൾക്ക് വളരെ വേഗത്തിൽ ജാമ്യം കിട്ടിയെന്ന ദുഃഖകരമായൊരു കാര്യമാണ്. ഒരിക്കലും നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നത് പിതാവിന് ഇത്ര രീതിയിൽ മാനസികമായും ശാരീരികമായിട്ടും ഇല്ലാതെയാക്കിയ ഒരാൾക്ക് രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നിയമസംഹിത കൊടുക്കാവുന്ന ഏറ്റവും പരമമായ ശിക്ഷ, ഒരാൾ ജീവനില്ലാതെയാക്കിയാൽ, മനഃപൂർവ്വം ഇല്ലാതാക്കി കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ ലഭിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുറ്റവാളികൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് ഇത്ര വേഗത്തിൽ ജാമ്യം കിട്ടിയെന്ന് നോക്കിയാൽ പല പല കാരണങ്ങൾ കാണാൻ കഴിയും. രാഷ്ട്രീയക്കാരുടെ അമിതമായ ഇടപെടൽ. ഒരു ഉന്നത രാഷ്ട്രീയ നേതാവാണ് ഈ കേസിൽ ഉമ്മയെ രക്ഷിക്കാൻ വേണ്ടി ആദ്യമേ ശ്രമിച്ചത്. ഉമ്മക്കെതിരെ കേസ് പോലും ഉണ്ടായില്ല. പിന്നെ അറസ്റ്റിലായ ഒന്നാം പ്രതി മകൻ ആബിദ്, അതേപോലെ മകൾ, മരുമകൾ, ഇവർക്ക് 3 പേർക്കും ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇവർ തൽക്കാലം ഏതായാലും വെളിയങ്കോട്ടെ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഇവർ മറ്റു വീടുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഈ നാട്ടിലേക്ക് ഇവരെത്തിയിട്ടില്ല. ഈ നാട്ടുകാർ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഈ കൊല്ലപ്പെട്ട ഹംസയുടെ നീതിക്ക് വേണ്ടിയിട്ട് ഒരു പോരാട്ടം പോലും തുടങ്ങിയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ദുഃഖം തോന്നും. നമ്മുടെ ആളുകൾക്ക് പ്രക്ഷോഭങ്ങൾ നയിക്കണമെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ വേണം, അല്ലെങ്കിൽ ആളുകളിൽ താല്പര്യം വേണം. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പോലും താല്പര്യമില്ലാത്ത, കാരണം പരസ്പരം ബന്ധുക്കളാണല്ലോ. ഈ ജീവനില്ലാതെയാക്കിയവരും ജീവൻ നഷ്ടപ്പെട്ടവരുമൊക്കെ പരസ്പരം മക്കളും വേണ്ടപ്പെട്ടവരുമാണ്. ആർക്കു വേണ്ടിയാണ് സമരം വിളിക്കുക എന്ന് തോന്നിക്കാണ്. എന്നാലും നമുക്ക് മുന്നിൽ നിൽക്കുന്നൊരു പാഠമുണ്ട്. രാഷ്ട്രീയക്കാരിടപെട്ടാൽ, ഉന്നത രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞാൽ നീതി അട്ടിമറിക്കപ്പെടുമെന്ന ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സാക്ഷിയിൽ നിന്ന്, നമ്മുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. നമുക്ക് എന്ത് സംഭവങ്ങൾ, അമ്മയെ അടിച്ചാലും 2 ഭാഗം 2 പക്ഷമുണ്ട് എന്നാണ്. അമ്മയെ അടിച്ചു കഴിഞ്ഞാലും എന്തിനങ്ങനെ അടിച്ചു, ആ അടി കിട്ടേണ്ടത് തന്നെയാണ് എന്ന് കരുതുന്ന 2 ഭാഗമായിട്ട് മാറും ആളുകൾ എന്നാണ് പറയാറ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കത് കിട്ടേണ്ടതാണ്. അയാൾ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് ഇല്ലാവചനങ്ങൾ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഈ മകൻ പ്രാകട്ടെ, നശിച്ചു പോകട്ടെ, അങ്ങട്ടെ ഇങ്ങനെയാവട്ടെ, കൊന്നവർക്കിനി ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. അള്ളാഹു മാപ്പ് കൊടുക്കുന്നവനാണ്, അള്ളാഹു ഗഫൂറാണ്. അതൊക്കെ പടച്ചോൻ്റെ കഥ, അതൊക്കെ പടച്ചോനിലേക്ക് വിടുക. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ നീതി യഥാർത്ഥം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ നാടിൻ്റെ ഒരു അവസ്ഥ എന്താണ്? കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ, അതും നിസ്സാരമായ എന്തെങ്കിലും മോഷണോ അല്ലെങ്കിൽ അപ്പുറത്തോൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വെയിൽ തിരക്കിൽ എന്തെങ്കിലും പറിച്ചുകൊണ്ടതിനോ അല്ല. ജന്മം കൊടുത്ത പിതാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയവർക്ക്
ഇത്ര എളുപ്പത്തിൽ ജാമ്യം കിട്ടുമ്പോൾ മനസ്സാക്ഷിയുള്ള ആരുടെ ഉള്ളിലും അതൊരു വിങ്ങലുണ്ടാക്കും, ഒരു തരം വേദനയുണ്ടാക്കും. ആ വേദനയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പങ്കുവച്ചത്. ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം.